കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പിയും കെ.സി. വേണുഗോപാൽ എം പിയും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. കേരളം ആവശ്യപ്പെട്ട 620 കോടി രൂപയുടെ സഹായം നിരസിച്ച കേന്ദ്ര സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷങ്ങളിൽ നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ആ നിയമങ്ങളിൽ ചില ഭേദഗതികൾ കൊണ്ടുവരണം, ഒപ്പം തന്നെ ഈ ആവശ്യമായ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിന് അനുവദിക്കണമെന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും അതിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വീണ്ടും ഡീൻ കുര്യാക്കോസ് എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ 5 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടി കേരളം ആവശ്യപ്പെട്ട 620 കോടി രൂപ, അത് ആ സഹായം ആ തീരുമാനം, അത് നിരാകരിച്ച തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് അതിൽ ആ തുക അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ എം പിയും ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും സഭയിലേക്ക് കൂടി ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമമാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എസ് കെ.